رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أصلي صلاة تملأ الأرض والسماء على من له أعلى العلا متبوأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية أقيم مقاما لم يقم فيه مرسل وأمست له هجب الجلال توطأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية إلى العرش والكرسي أحمد قد دنا ونورهما من نوره يتلألأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ഈ ഫാൻ അങ്ങോട്ട് തിരിച്ചേക്ക്, കസാല എടുക്കാൻ തിരിച്ചാളെ. റെഡി. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയിലേക്ക് ചേർക്കപ്പെട്ട വർഷം, മാസം, അതൊക്കെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹിജ്റ വർഷത്തിലെ 1-ാം മാസമാണ് മുഹറം. അങ്ങനെ ആവുമ്പോൾ ഹിജ്റ നടന്നത് മുഹറം 1-നാകേണ്ടതാണ്. പക്ഷെ അങ്ങനെയല്ല. ഹിജ്റ നടന്നത് റബീഉൽ അവ്വൽ 12-നാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ചയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയതും റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ചയാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതും റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ചയാണ്. ചരിത്രമാണ്. ചരിത്രമാകുമ്പോഴുള്ള നേരിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും എന്നേ ഉള്ളൂ. എന്തായാലും മുഹറം 1-നല്ല. പിന്നെ എങ്ങനെയാണ് മുഹറം ഹിജ്റയിലെ 1-ാം മാസമായത്? മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ തുടങ്ങി 12 മാസങ്ങൾ അറബിയിൽ എണ്ണി വരുന്ന ഒരു രീതി നേരത്തെ ഉണ്ട്. കൊല്ലം കണക്കാക്കുന്ന രീതിയിലാണ് വ്യത്യാസം ഉണ്ടായിരുന്നത്. ആദം നബി അലൈഹിസ്സലാം വന്നതിന് ശേഷം ആദം നബി ഭൂമിയിൽ വന്നതിൻ്റെ 1-ാം കൊല്ലം, ആദം നബി അലൈഹിസ്സലാം ഭൂമിയിൽ വന്നതിൻ്റെ 2-ാം കൊല്ലം, ആദം നബി വന്നതിൻ്റെ 3-ാം കൊല്ലം, അങ്ങനെയാണ് ആൾക്കാർ പറഞ്ഞിരുന്നത്. നൂഹ് നബി വന്നപ്പോൾ നൂഹ് നബിയുടെ 1-ാം കൊല്ലം, നൂഹ് നബിയുടെ 2-ാം കൊല്ലം, നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ 950-ാം കൊല്ലം. പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അതാക്കി. തൂഫാൻ വർഷം 1, തൂഫാൻ 2-ാം വർഷം, തൂഫാൻ 3-ാം വർഷം, അങ്ങനെ ആക്കി. ഈസ നബി അലൈഹി സ്വലാം വന്നപ്പോൾ ഈസ നബി അലൈഹി സ്വലാമിൻ്റെ ജന്മവർഷം 1-ാം കൊല്ലം, 2-ാം കൊല്ലം, അങ്ങനെ ആക്കി. അങ്ങനെ പ്രധാനപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ അതിലേക്ക് ചേർത്ത് കൊല്ലം കണക്കാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിൻ്റെ തൊട്ട് മുമ്പുണ്ടായ പ്രധാനപ്പെട്ട സംഭവം ആനക്കലഹമാണ്. അബ്രഹത്ത് രാജാവ് ആനപ്പടയുമായി കഅബ പൊളിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അന്ന് മുതൽ ആനക്കലഹ 1-ാം വർഷം ആമുൽ ഫീൽ എന്നാണ് അതിന് അറബിയിൽ പറയാം.
ആമുൽ ഫീൽ 1-ാം കൊല്ലം, ആമുൽ ഫീൽ 2-ാം കൊല്ലം, ആമുൽ ഫീൽ 3-ാം കൊല്ലം, അങ്ങനെയാണ് എണ്ണിപ്പോരൽ പതിവുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിലേക്ക് ചേർത്തുകൊണ്ട് നബി ജനിച്ചതിൻ്റെ 1-ാം കൊല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതിൻ്റെ 2-ാം കൊല്ലം, അങ്ങനെ പറയൽ പതിവുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ നബി തങ്ങളുടെ വഫാത്തിൻ്റെ 1-ാം കൊല്ലം, നബി തങ്ങളുടെ വഫാത്തിൻ്റെ 2-ാം കൊല്ലം, അങ്ങനെ എണ്ണിത്തുടങ്ങി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടമായപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കത്തിടപാടുകൾ ധാരാളമായി നടന്നു. കിസ്രയിലേക്കും കൈസറിലേക്കും ഫലസ്തീനിലേക്കുമൊക്കെ കത്തിടപാട് ധാരാളം നടന്നപ്പോൾ ഈ കത്ത് എഴുതുമ്പോൾ ഒരു ഡേറ്റ് എഴുതണം. അത് ഓരോ കത്തിനും ചിലത് ഈസാ നബിൻ്റെ കൊല്ലം വെച്ച് എഴുതും, ചിലത് ആമുൽ ഫീൽ വെച്ച് എഴുതും, ചിലത് മീലാദുൻ നബി വെച്ച് എഴുതും. അപ്പോൾ ഒരു ഏകീകൃത സ്വഭാവമില്ലാത്തതിനാൽ അതിനൊരു ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ മഹാനായ സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു. അങ്ങനെ സ്വഹാബത്തിൽ നിന്ന് ജീവിച്ചിരിപ്പുള്ള ധാരാളം പ്രധാനികളെ വിളിച്ചു ചേർത്ത് അവരോട് ഈ വിഷയം ചർച്ച ചെയ്തു. നമുക്ക് ഒരു യൂണിഫോമിറ്റി, കൊല്ലം കണക്കാക്കുന്നതിനൊരു ഏകീകൃത രൂപം കൊണ്ടുവരാം. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ അഭിപ്രായത്തിനൊടുവിൽ അവസാനം തീരുമാനത്തിലെത്തി ഹിജ്റയിലേക്ക് ചേർക്കാം. അങ്ങനെയാണ് കൊല്ലം ഹിജ്റയിലേക്ക് ചേർത്ത് വരൽ ആരംഭിച്ചത്. ഈ ഇംഗ്ലീഷ് മാസം എന്ന് പറയുന്നത് സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതും അറബി മാസം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ചലനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതും മലയാള മാസം എന്ന് പറയുന്നത് നക്ഷത്രങ്ങളുടെ ചലനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതുമാണ്. സൂര്യൻ്റെ ചലനത്തെ അടിസ്ഥാനപ്പെടുത്തിയാകുമ്പോൾ സൂര്യൻ ഒരു ദിവസം 24 മണിക്കൂർ കൊണ്ട് ഭൂമിക്ക് ചുറ്റും അല്ലെങ്കിൽ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു. 365 ദിവസം കൊണ്ടാണ് അത് ഒരു വട്ടം പൂർത്തിയാക്കുന്നത്. അതിനാൽ ഇംഗ്ലീഷ് മാസത്തിലെ ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 365 ദിവസം തന്നെ ഉണ്ടാവുക. ഒരു കാലത്തും ഒരു മാറ്റം ഉണ്ടാവില്ല. ഈ 4 ദിവസം അതിലുണ്ട്. 365 ദിവസം ഉണ്ടായതുകൊണ്ട് കുറേ കൊല്ലം കഴിയുമ്പോൾ ഒരു ഡേറ്റ് അങ്ങോട്ടിടും ഒരു ദിവസം. കാരണം 360 വെച്ചിട്ട് 65 വെച്ചിട്ടേ ഉണ്ടുള്ളൂ, കാലം എണ്ണാൻ കഴിയൂലല്ലോ. അപ്പോൾ കുറേ കൊല്ലം കഴിയുമ്പോൾ ഒരു ദിവസം കൂടിയാണ് കൂട്ടിയിടും. അങ്ങനെയാണ് ഇംഗ്ലീഷ് കണക്കാക്കി വരുന്നത്. അറബി മാസം ചന്ദ്രൻ ഉദിക്കുന്നതിനനുസരിച്ചല്ല, ഉദിപ്പ് കാണുന്നതിനനുസരിച്ചാണ് കണക്കാക്കി പോരുന്നത്. അങ്ങനെ ഉദിപ്പ് കാണുന്നതിനനുസരിച്ച് കണക്കാക്കാനുള്ള കാരണം ഹദീസിൽ നിങ്ങൾ ചന്ദ്രനെ കണ്ടാൽ നോമ്പ് നോൽക്കുക എന്നാണ്, ചന്ദ്രനെ കണ്ടാൽ പെരുന്നാൾ നടത്തുക എന്നാണ്. അതേസമയത്ത് നിസ്കാരത്തിൻ്റെ സമയം ആയാൽ എന്നാണ്, അല്ലാതെ കണ്ടാൽ എന്നല്ല. ഇതാണ് വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് മലയാള മാസങ്ങളാണെങ്കിൽ അത് നക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് കണക്കാക്കുന്നത്. 12 നക്ഷത്ര കൂട്ടങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങൾ കണക്കാക്കി അതിന് പേരിട്ട കാലഘട്ടത്തിൽ നോക്കിയപ്പോൾ കണ്ട രൂപം വെച്ചുകൊണ്ടാണ് ആ പേരുകൾ ഇട്ടു പോന്നിട്ടുള്ളത്. ഇന്ന് ആ നക്ഷത്രത്തിന് ആ രൂപം ഇക്കൊള്ളണമെന്നൊന്നുമില്ല. പേര് അതിട്ട കാലത്ത് അന്നിങ്ങനെ നോക്കിയപ്പോൾ ചിലത് മാനിൻ്റെ മാതിരിയായിരുന്നു, അപ്പം മാനിൻ്റെ പേരിട്ടു. ചിലതിങ്ങനെ നോക്കിയപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും നിൽക്കണ മാതിരി തോന്നിയപ്പോൾ മിഥുനെന്ന് പേരിട്ടു. അങ്ങനെ അന്ന് പേരിട്ടത് അങ്ങനെയാണ്. ഇന്ന് നോക്കിയാൽ അങ്ങനെ ആയിക്കോളണമെന്നൊന്നുമില്ല. അങ്ങനെ ആണെന്ന് വിചാരിച്ച് നോക്കിയാൽ ചിലപ്പോൾ അങ്ങനെ കാണും ചെയ്യും. അത്രേ അതിൻ്റെ കാര്യമുള്ളൂ. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം മുതൽ മുസ്ലിങ്ങൾ അറബി മാസം ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തി കണക്കാക്കി വരുന്നു. ഇതിലുള്ള കാര്യം എന്താ വെച്ചാൽ മാസം കണക്കാക്കുന്നത് പഠിപ്പിക്കലല്ല എൻ്റെ ഉദ്ദേശം. ഹിജ്റനെ പറ്റി 2 വർത്തമാനം പറയലാണ് ഉദ്ദേശം. അതാണ്, അത് പറയാനുള്ള തുടക്കമാണ് ഇപ്പോൾ ഈ പറഞ്ഞു വെക്കുന്നത്. ഹിജ്റ എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് താമസം മാറിയതാണ്. യാത്ര 3 തരത്തിലുണ്ട്. ഒന്നാമത്തേത് സിയാറത്ത് എന്ന് പറയുന്ന യാത്രയാണ്.
രണ്ടാമത്തേത് റിഹ്ല എന്ന് പറയുന്ന യാത്രയാണ്. മൂന്നാമത്തേത് സഫർ എന്ന് പറയുന്ന യാത്രയാണ്. സിയാറത്ത് എന്ന് പറഞ്ഞാൽ സന്ദർശനമാണ്. ഹജ്ജിന് പോകുക, ഉംറക്ക് പോവുക, കോഴിക്കോട്ടേക്ക് പോവുക, തൃശ്ശൂർക്ക് പോവുക, അതൊക്കെ സിയാറത്താണ്. മമ്പറത്തേക്ക് പോവുക, മമ്പറ നീർച്ചടക്കുകയാണ് ഇപ്പോൾ ഉറൂസ്. മമ്പറ തങ്ങളെ വലിയൊരു ഫാത്തിഹ ഓതി എല്ലാവരും. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഉറൂസിൻ്റെ സാഹചര്യത്തിൽ അവരുടെ ആത്മാവിൻ്റെ സാന്നിധ്യം കൂടുതലുണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് ഉറൂസിൻ്റെ സമയത്ത് പ്രത്യേകം സിയാറത്തിന് പോകുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം എന്തായാലും ഇപ്പോൾ ഉറൂസിൻ്റെ സമയമാണ്. അപ്പോൾ മമ്പറത്ത് പോകുക, പുത്തമ്പള്ളിക്ക് പോകുക എന്നൊക്കെ പറയുന്നത് സിയാറത്താണ്. പിന്നെ ഇനിയൊരു യാത്രയുള്ളത് റിഹ്ലയാണ്. റിഹ്ല എന്ന് പറഞ്ഞാൽ ജോലിക്ക് വേണ്ടി പോകുന്നതാണ്. കച്ചവടത്തിന് വേണ്ടി പോകുന്നത്, ഗൾഫിൽ ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നത്, കോഴിക്കോട്ടേക്ക് ജോലി ആവശ്യാർത്ഥം പോകുന്നത്, തൃശ്ശൂരിലേക്ക് ജോലിക്ക് വേണ്ടി പോകുന്നത്, ഇതൊക്കെ റിഹിലയാണ്. റിഹിലയിൽപ്പെട്ടതാണ് കാഫില. കച്ചവട സംഘങ്ങൾ ഒട്ടകപ്പുറത്ത് കച്ചവട ചരക്കുകൾ ഏറ്റിക്കൊണ്ട് പോകുന്നതാണ് കാഫില. അത് റിഹിലയിൽപ്പെട്ടതാണ്. ഇനിയൊരു യാത്രയുണ്ട്, അതാണ് സഫർ എന്ന് പറയുന്ന യാത്ര. സഫർ പോകുക എന്ന് പറയുന്ന യാത്രയാണ് ഇനി മൂന്നാമത്തതായിട്ടുള്ളത്. സഫർ എന്ന് പറഞ്ഞാൽ യാത്രക്ക് വേണ്ടിയുള്ള യാത്രയാണ്. എന്തിനാ പോണത്? പോകാൻ പോവുക. എന്തിനാ പോണതെന്ന് ചോദിച്ചാൽ പോകാൻ വേണ്ടി പോവുക തന്നെ. അതാണ്. അത് ശരിക്കും നടത്തുന്നത് കുട്ടികളേക്കാരം, ചെറിയ കുട്ടികൾ. നമ്മൾ വീട്ടിൽ നിന്ന് എവിടേക്കൊക്കെ പോകാൻ ഒരുങ്ങുമ്പോൾ ചെറിയ കുട്ടികൾ, എന്താ അവിടെ കുട്ടികളെ, ഹലോ ഹലോ കയറിപ്പോയി. അത് ശരി, നിങ്ങൾ തിരക്കടിച്ചല്ലോ ആൾക്കാർ. മൗലായല്ലേ എല്ലാവരും? ഒരു മൗലായല്ലേ? മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഒരു വരി എല്ലാവരും. ആമിൻ തദക്കുരി ജീറാനിം ബിദി സലമി മസജ്തദമൻ ജറാ മിൻ മുഖിലത്തിൻ ബിദമി. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഉള്ള സൗകര്യം അനുസരിച്ചൊക്കെ എല്ലാവരും ഷാറായിട്ടിരിക്കുക, അത്രയല്ലേ ഇപ്പോൾ പറ്റുള്ളൂ. പിന്നെ സംഗതിയിൽ ഞാൻ ആരും നിൽക്കാൻ അനുവദിക്കലില്ല, പക്ഷേ സ്ഥലമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാനൊന്നും പറയാതിരിക്കുകയാണ്. മജ്ലിസുൽ ഇൽമ് എന്ന് പറഞ്ഞാൽ ഇൽമ് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോഴാണ് റൗദത്തും മിൻ റിയാദിൽ ജന്നയുടെ പ്രതിഫലം കിട്ടുള്ളൂ എന്നതുകൊണ്ട് ഞാൻ എൻ്റെ സദസ്സിൽ നിൽക്കാൻ അനുവദിക്കാറില്ല. പക്ഷേ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് ഈ കസാല ഇവിടുന്ന് എടുക്കട്ടോ, ഇതിവിടെ വേണമെന്നില്ല, ഇത് താഴത്തേക്ക് ഇട്ടിട്ടോ അല്ല ഇവിടെ തന്നെ വെച്ചിട്ടോ. ഇതുമ്മഞ്ഞിരിക്കാതിരിക്കാന്നല്ല, ഇതുമ്മ ഞാൻ തന്നെ മതി. ഇത് ബെഞ്ച് കൂട്ടിയിട്ടല്ലേ, ഇളകാതിരിക്കണം. കാല് കെട്ടിയിട്ടില്ലല്ലോ? കെട്ടിയിട്ടുണ്ട്, ആയിക്കോട്ടെ. ഇതും ഇളകാൻ പറ്റില്ല അങ്ങനെ. അതൊക്കെ നിങ്ങളങ്ങനെയൊക്കെ പറയും. അനുഭവമാണ് ഏറ്റവും വലിയ പാഠം. വീണതിനല്ല കുഴപ്പം, നാളെ സാരി പൈസ വീണമാതിരി എന്ന് പറയും, അതാണ് വലിയ പ്രശ്നം. അതാ വീണ അവിടെ നിന്ന് നീച്ചാൽ മതി, അതാണ് കുഴപ്പം. ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒരു മൗലായും കൂടി. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മുഅ്മിനീങ്ങളെ, അപ്പോൾ 3 യാത്ര ഉണ്ട്. 4 ഉണ്ട്, 4ാമത്തെ ലാസ്റ്റ് പറയും.
ഒന്ന് സിയാറത്ത് എന്ന യാത്ര, സന്ദർശനം. വാപ്പാനെ കാണാൻ പോവുക, ഉമ്മാനെ കാണാൻ പോവുക, ദർസ് പഠിക്കുന്ന കുട്ടികൾ നാട്ടിൽ പോവുക, മദ്രസ ഉസ്താദന്മാർ വീട്ടിൽ പോവുക, ഇങ്ങനെയൊക്കെയുള്ള ഉസ്താദന്മാരെ കാണാൻ പോവുക, അതൊക്കെയാണ് സിയാറ. റിഹല എന്ന് പറഞ്ഞാൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പോവുക, ഗൾഫിക്ക് പോവുക, ജോലിക്ക് പോവുക, കച്ചവടത്തിന് പോവുക, അതൊക്കെയാണ് റിഹില. കാഫില എന്ന് പറയുന്നത് റിഹിലയിൽപ്പെട്ടതാണ്. കച്ചവടത്തിന് വേണ്ടി ചരക്കുകളൊക്കെ ഒട്ടകപ്പുറത്ത് വെച്ച് പോകുന്നതാണ് കാഫില. മൂന്നാമത്തെ യാത്രയാണ് സഫർ എന്ന യാത്ര. യാത്രക്ക് വേണ്ടിയുള്ള യാത്രയാണ് സഫർ. എന്തിനാ പോണതെന്ന് ചോദിച്ചാൽ പോകാൻ തന്നെ അതാണ്. അതിൻ്റെ ഉദാഹരണം കുട്ടികളാണ്. നമ്മൾ എവിടേക്കേലൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഞാനും ഉണ്ട് അറിയും. എവിടേക്കാലും മടിയിലുണ്ട്. അതാണ് നമ്മൾ പോണതിനൊരു ലക്ഷ്യം ഉണ്ടാവും, കുട്ടികൾക്ക് അത് ഉണ്ടാവില്ല. എവിടേക്കാലും കുഴപ്പമില്ല, ഞാനും ഉണ്ട് എന്നുള്ളതാണ്. ഇതാണ് യാത്രക്ക് വേണ്ടിയുള്ള യാത്ര എന്ന് പറയുന്നത്. ഇതധികവും കുട്ടികളാണ് നടത്തുക എന്നുള്ളതാണ്. ഇതാണ് നിങ്ങൾ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞ ആയത്തിലുള്ളത്, ഹദീസിലുള്ളത്. നിങ്ങൾ യാത്ര ചെയ്ത് ആരോഗ്യമുള്ളവരായി തീരുക എന്ന ഹദീസിലുണ്ട്. സാഫിറു തസിഹു, നിങ്ങൾ യാത്ര ചെയ്ത് ആരോഗ്യമുള്ളവരാവുക. അത് ഈ യാത്രയാണ്. ഏത് യാത്ര? ലക്ഷ്യമില്ലാത്ത യാത്രയാണ്. അതാണ് ഈസ നബി അലൈഹി ഇസ്ലാമിൻ്റെ യാത്ര. അതാണ് മഹാനായ സയ്യിദുന ഖിദർ നബി അലൈഹി ഇസ്ലാമിൻ്റെ യാത്ര. അതാണ് ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ യാത്ര. ഗൗസുൽ ആദം ഇറാഖിലേക്ക് പോയതല്ല, പോയി അവസാനം ഇറാഖ് കണ്ട് എത്തിയതാണ്. അതാണ് യാത്ര. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ യാത്ര ചെയ്തു. യാത്ര ചെയ്ത് അങ്ങനെ മഹാനവറുകൾ ഒരു സ്ഥലത്ത് കണ്ട് എത്തിച്ചേർന്നു. അവിടേക്ക് പോയതല്ല, പോയിട്ട് അവിടേക്ക് എത്തിയതാണ്. ഇങ്ങനെ കുട്ടികളാണ് യാത്ര അധികവും നടത്തുക എന്നുള്ളതാണ്. കുട്ടികളുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യവും അത് തന്നെയായിരുന്നു എന്നാണ്. ഇവിടെ നമ്മൾ ഈ വെളിയങ്കോട് പറഞ്ഞ സ്ഥലത്ത് ഒരു അൽവിയാക്ക എന്ന് പറഞ്ഞിട്ട് ആളുണ്ടായിരുന്നു ഇത്ര പണ്ട് പഴയ കാലത്ത്. അപ്പോൾ മൂപ്പർക്ക് ഒരു പിരി ലൂസ് ഉണ്ട് എന്നാണ് എല്ലാവരും പറയുക. മൂപ്പര അഭിപ്രായത്തിൽ മൂപ്പർക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മക്കാണ് ഒരു പിരി ലൂസ് ഉള്ളത് എന്നാണ്. എന്തായാലും മൂപ്പരിങ്ങനെ പോകും, യാത്ര പോകും. അപ്പോൾ എവിടേക്കലൊക്കെ പോകാൻ ഒരുങ്ങുമ്പോൾ എന്നാൽ അൽവിയാക്കാഞ്ഞ് വരിക എന്ന് ചോദിച്ചാൽ പറയും വരവില്ല പോക്കുള്ളൂ. വരവില്ല പോക്കുള്ളൂ. അങ്ങനെ പോയി കുറേ കഴിയുമ്പോൾ വെളിയങ്കോട്ടേക്കും പോവും. അപ്പം ഇങ്ങോട്ട് തന്നെ എത്തുന്നു അത്രയും. അതാണ് സഫർ എന്ന് പറയുന്ന സാധനം. പോകാൻ വേണ്ടി പോകുക. മൂന്നെണ്ണായി. ഇനി ഒന്ന് ബാക്കിയുണ്ട്, അതിൻ്റെ പേരാണ് ഹിജറ. ഈ മൂന്നും അല്ലാത്തതാണ് ഹിജറ എന്ന് പറഞ്ഞ സാധനം. വരുമാനത്തിനല്ല, ആരോഗ്യം ഉണ്ടാവാനുമല്ല, സന്ദർശനത്തിനുമല്ല, മൂന്നും അല്ലാത്ത യാത്ര. അതാണ് ഹിജറ. ജന്മനാടുപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് താമസം മാറുന്നതാണ് ഹിജറ. എന്നാൽ ഹിജറ രണ്ട് തരത്തിലുണ്ട്. ഇന്ന് നമ്മൾ കുറ്റിപ്പുറത്ത് പെര വിറ്റിങ്ങാണ്ട് ചങ്ങരംകുളത്തേക്ക് താമസം മാറിയാൽ ഹിജറയാവില്ല. എന്തുകൊണ്ട്? ഹിജറ മക്കം ഫത്ഹോടുകൂടെ അവസാനിച്ചിട്ടുണ്ട് എന്നതാണ് കാരണം. മക്കം ഫത്ഹിന് മുമ്പ് പോയതാണ് ഹിജറ എന്ന് പറയുന്നത്. സഹാബത്ത് അബിസീനിയയിലേക്ക് യാത്ര ചെയ്തു. ഹിജറയാണ്. 2 പ്രാവശ്യം അബിസീനിയയിലേക്ക് പോയി. ആദ്യം ഒരു തവണ പോയി. നല്ല രാജാവായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ രാജാവ് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അവരവിടെ സുഖമായി താമസിച്ചു. ആയിടെ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു. ആളുകൾക്ക് ധൈര്യം കിട്ടി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ആദ്യമായി കഅബയിലേക്ക് തക്ബീർ ജാഥ നടത്തി. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, നമ്മൾ പറയണത് സത്യമല്ലേ എന്ന് ചോദിച്ചു. എന്താ ഉമറെ സംശയം? സത്യം തന്നെയാണ് പറഞ്ഞു. എന്നാൽ നമുക്കിത് ഉറക്കെ പറഞ്ഞൂടെ എന്ന് ചോദിച്ചു. പറയാലോ പറഞ്ഞു. എന്നാൽ നീച്ചി പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി നീച്ചിട്ട് കഅബയിലേക്ക് തക്ബീർ എല്ലിങ്ങാണ്ട് ഇങ്ങനെ പോയി. അപ്പം മുസ്ലിങ്ങൾക്ക് ധൈര്യം വന്നപ്പോൾ അബിസീനിയയിലേക്ക് പോയവരൊക്കെ തിരിച്ചു വന്നപ്പോൾ ഖുറൈശികൾക്ക് വീണ്ടും ദേഷ്യമായി. അവർ വീണ്ടും അക്രമം തുടങ്ങി. നിൽക്കാൻ കഴിയാതെ 2ാം പ്രാവശ്യവും പോവുകയാണ്. ആ സമയത്ത് അവർ നബി തങ്ങളെ വിളിച്ചു. നബി ഞങ്ങളും പോരി, എന്തിനാ ഇവിടെ അടങ്ങാറായങ്ങാണ്ട് നിൽക്കുന്നത്, നമുക്ക് പോകാം.
അബിസീനിയയിലെ രാജാവ് നല്ല മനുഷ്യനാണ്. അദ്ദേഹം ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. അതുകൊണ്ട് നമുക്ക് പോകാം. നബി തങ്ങൾ പറഞ്ഞു, ഇതൊന്നും അങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യണതല്ല, ഓർഡർ വന്നാലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ പോയിക്കോളി, സുഖമായിട്ട് താമസിച്ചോളി എന്ന് പറഞ്ഞു. ഓർഡർ വന്നില്ല. ഓർഡർ പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ വന്നത് മദീനയിലേക്കായിരുന്നു. അതിനു മുമ്പ് തന്നെ നബി തങ്ങൾ മദീനയിലേക്ക് പോകുമെന്ന് സൂചനയുണ്ടായിരുന്നു. 6-ാമത്തെ വയസ്സിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മയോടൊപ്പം മദീന സന്ദർശിച്ചു. വാപ്പാൻ്റെ ഖബറിടം സന്ദർശിച്ചു, സിയാറത്ത് ചെയ്തു. ഉമ്മയായ ആമിന ബീവി റളിയല്ലാഹു അൻഹയും അബ്ദുള്ള എന്നവരിൽ നിന്ന് അനന്തരമായി കിട്ടിയ ഒരടിമ സ്ത്രീയും ഉണ്ടായിരുന്നു. ഉമ്മു ഐമൻ എന്നായിരുന്നു ആ അടിമ സ്ത്രീയുടെ പേര്. രണ്ടുപേരും 18 വയസ്സുള്ള സ്ത്രീകളായിരുന്നു. അങ്ങനെ ഈ രണ്ടാളും 6 വയസ്സുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവരായിരുന്നു മദീനയിലേക്ക് യാത്ര ചെയ്തത്. അന്ന് മദീനയിൽ ചെന്ന സമയത്ത് മദീനയിലുണ്ടായിരുന്ന പൂർവകാല വേദങ്ങൾ പഠിച്ച പണ്ഡിതന്മാർ വന്ന് ഉമ്മു ഐമനോട് പറഞ്ഞു, ഉമ്മു ഐമനെ, ഇത് അവസാനത്തെ പ്രവാചകനാണ്, ഇദ്ദേഹം മദീനയിലേക്ക് ഹിജറ വരാനുള്ള ആളാണ്, അങ്ങനെ പൂർവകാല വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നബി തങ്ങൾ മദീനത്തേക്കാണ് പോകുക എന്നുള്ളത് കുറേ ആൾക്കാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അബിസീനിയയിലേക്ക് പോയ ആളുകളിൽ പലരും നേരത്തെ തന്നെ മദീനയിലേക്ക് പോയി. നബി തങ്ങൾ മദീനയിലെത്തുന്നതിന് മുമ്പ് തന്നെ മദീനയിൽ ജുമുഅ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. സഹാബത്ത് കുറേ അവിടെ എത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ മദീനയിലേക്ക് ഹിജറ പോയി. അതിനുശേഷം സ്വഹാബത്ത് അബിസീനിയയിൽ നിന്ന് നേരിട്ട് വന്നവരുണ്ട്, മക്കത്ത് വന്നിട്ട് പിന്നെ വന്നവരുണ്ട്, അബിസീനിയയിലേക്ക് തീരെ പോകാതെ നേരിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. മക്കയിൽ നിന്ന് നേരിട്ട് പോകുന്ന ആളുകളിൽ പ്രധാനിയായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ സുഹൈബ് ബിനു സിനാൻ റളിയല്ലാഹു അൻഹു. മക്കത്ത് നിന്ന് നേരിട്ട് പോകുന്ന ആളാണ് സുഹൈബ് ബിനു സിനാൻ റളിയല്ലാഹു അൻഹു. അടിസ്ഥാനപരമായ റോമക്കാരനാണ്. അദ്ദേഹം വളരെ ദരിദ്രനായ ഒരു മനുഷ്യനായിരുന്നു. ജീവിക്കാൻ ഒരു വഴിയുമില്ലാത്തതിനാൽ അദ്ദേഹം നാട് വിട്ട് മക്കയിലെത്തി. അങ്ങനെ ഫുട്പാത്തിൽ കച്ചവടം ചെയ്തു പൈസയുണ്ടായി. വലിയ കച്ചവടക്കാരനായി മാറി. ധാരാളം സമ്പത്തിൻ്റെ ഉടമയായി. സ്വർണ്ണ വ്യാപാരം തുടങ്ങി. വീണ്ടും സമ്പന്നനായി രത്നവ്യാപാരം തുടങ്ങി. മക്കത്ത് ധാരാളം സമ്പത്തിൻ്റെ ഉടമയായി സുഹൈബ് ബിൻ സിനാൻ മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ സുഹൈബ് ബിൻ സിനാൻ ഹിജറയ്ക്ക് വേണ്ടി ഒരുങ്ങി. തൻ്റെ രത്നങ്ങൾ മുഴുവനും എടുത്ത് വാഹനപ്പുറത്ത് കയറി യാത്ര ചെയ്യുന്നത് ഖുറൈശികൾ കണ്ടു. അവർ വഴിയിൽ വെച്ച് തടഞ്ഞു. സുഹൈബ് ബിൻ സിനാൻ വലിയ അമ്പെയ്ത്തുകാരനായിരുന്നു. അദ്ദേഹം ഖുറൈശികൾക്കെതിരെ അമ്പെയ്തെങ്കിലും യുദ്ധത്തിൽ മഹാനവറുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഒരു മധ്യസ്ഥ ശ്രമം നടന്നു. മധ്യസ്ഥ ശ്രമത്തിൽ ഖുറൈശികൾ പറഞ്ഞു, സുഹൈബേ, നിനക്ക് വേണമെങ്കിൽ പോകുന്നതിന് വിരോധമൊന്നുമില്ല, പക്ഷേ മുതൽ മൊത്തം പടിട്ടിട്ട് പോകണമെന്ന് പറഞ്ഞു. വലിയ രത്നവ്യാപാരിയാണ്, വലിയ പൈസക്കാരനാണ്. മുതൽ മൊത്തം പടിട്ട് പോകണമെന്ന് പറഞ്ഞു. തൻ്റെ ചെറിയ പ്രായം മുതൽ അധ്വാനിച്ചുണ്ടാക്കിയ മുതലാണത്. വാപ്പാൻ്റെ അനന്തരല്ല, ഫക്കീറായിട്ട് മക്കത്തേക്ക് വന്നതാണ്, റോമക്കാരനാണ്. നമ്മൾ പറയില്ല, ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ രത്നവ്യാപാരി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അസീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അസീം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തുൽ ഖായിമത്തി മുഹമ്മദനിൽ വസീലത വൽ ഫളീല والدرجة الرفيعة بعث مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അങ്ങനെ സുഹൈബ് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു ഹിജ്റയ്ക്ക് വേണ്ടി ഒരുങ്ങിയപ്പോൾ ഖുറൈശികൾ പ്രശ്നം ഉണ്ടാക്കി. കുറേ ആൾക്കാർ പോയിട്ടുണ്ട്, അത്ര പ്രശ്നമല്ല. കാരണം സുഹൈബ് പോയാൽ പൈസ മൊത്തം പോകും, മൂപ്പരത്താണ് പൈസ. അവസാനം മധ്യസ്ഥത വഹിച്ചു. മധ്യസ്ഥത എങ്ങനെയായിരുന്നു? പോണെങ്കിൽ പോകാം, പക്ഷേ സമ്പത്ത് മുഴുവൻ ഇവിടെ ഇട്ടേച്ച് കൊണ്ട് പോകണം എന്ന് മദ്യം പറയേണ്ട താമസം സുഹൈബ് ബിൻ സിനാൻ പറഞ്ഞു, ഇതടക്കണം നിങ്ങളെ പൈസ, ഞാൻ പോവുകയാണ് എന്നിട്ടാണ് പോയി. സുഹൈബ് റളിയല്ലാഹു അൻഹു ഹിജ്റ വരുന്നുണ്ടെന്നറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ സ്വീകരിക്കാൻ മദീനത്തെ പള്ളിയിൽ സ്വഹാബത്തിനെയും കൂട്ടി കാത്തിരുന്നു. സുഹൈബ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ നബി തങ്ങൾ എഴുന്നേറ്റ് നിന്ന് അണഞ്ഞുകൂട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു, ലാഭക്കാരൻ വരുന്നുണ്ട്, ലാഭക്കാരൻ വരുന്നുണ്ട്, ലാഭക്കാരൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഫക്കീറായിട്ട് വരുന്നതേ, ഒറ്റ പൈസ ഇല്ല, കാൽ ചായക്ക് പൈസ ഇല്ലാതെ വരുന്നേ. മുത്തുനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ജാഅറാബിഹു, ലാഭക്കാരൻ വരുന്നുണ്ട് എന്ന്. ഇതാണ് ഹിജ്റ എന്ന് പറഞ്ഞ സംഭവം. അതിപ്പോൾ എന്താ, മദീനത്തേക്കാണ് പോയാലും ചിലപ്പോൾ നമുക്ക് തോന്നും അതിപ്പോൾ ബസ്സിലാണ് കയറിയാൽ 12 മണിക്കൂറുകൊണ്ട് എത്തുമല്ലോ. അതല്ല ഹിജ്റ. ഈ സുഹൈബ് റളിയല്ലാഹു എന്നിട്ട് കേൾക്കണോ, നമുക്ക് കേൾക്കണോ? സുഹൈബ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, സുഹൈബിൻ്റെ കാര്യത്തിൽ ഇന്നലെ രാത്രി ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരുന്നു. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 207-ാമത്തെ ആയത്ത് എനിക്ക് ഇന്നലെ രാത്രി സുഹൈബിൻ്റെ കാര്യത്തിൽ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഓതി തന്നിട്ടുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട മുത്തുനബിയുടെ കാലം കഴിഞ്ഞു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം കഴിഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം വന്നു. ഉമർ റളിയല്ലാഹു അൻഹു
ഒരു മജൂസിയായ മനുഷ്യൻ്റെ കുത്തേറ്റുകൊണ്ട് മരണപ്പെട്ടു. നിസ്കരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹുവിനെ കുത്തിക്കൊല്ലാണല്ലോ, കുത്തി. ഉമർ റളിയല്ലാഹുവിന് കുത്തേറ്റ് വീണ് കിടന്നു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ആരാണ് ഉമർ ഖത്താബിൻ്റെ മയ്യത്ത് നിസ്കരിക്കുക എന്ന ചർച്ച നടന്നു. സഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, മയ്യത്ത് നിസ്കരിക്കാൻ ഇന്ന് ജീവിച്ചിരിപ്പുള്ളവരിൽ ഏറ്റവും യോഗ്യനായത് സുഹൈബ് ബിനു സിനാനാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് ഈ സുഹൈബ് ബിനു സിനാനാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ പുന്നാര മകനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ട്. അവകാശം മക്കൾക്ക് തന്നെ അണിച്ചിട്ട് പോലെ നിസ്കരിച്ചോളം നിർബന്ധമൊന്നുമില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രസംഗിച്ചപ്പോൾ ഞാൻ പറയണ്ടായി, അവകാശം മക്കൾക്കാണ് എന്ന് എഴുതിയിട്ട് രണ്ടാമത്തെ തക്ബീർ ഇട്ടിട്ട് ഇങ്ങനെ ഇനിയിപ്പോൾ എന്താ കാട്ടുന്ന അന്തം വിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ആ പള്ളിക്കത്തെ മുലയിൽ ഏൽപ്പിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. അത് അവകാശം മക്കൾക്ക് തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. അത് കരുതിയിട്ട് ഇടങ്ങേറാവൊന്നും വേണ്ടല്ലോ സംഗതി. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമർ ഹയാത്തിലുണ്ട്. ആരാ അബ്ദുല്ലാഹിബ്നു ഉമർ? മുത്തബിഉസ്സുന്ന എന്ന പേരിൽ അറിയപ്പെട്ട ആളാണ് സയ്യിദുനാ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇത്തിബായിൽ ചരിത്രത്തിൽ ഏറ്റവും അറിയപ്പെട്ട മനുഷ്യൻ അതാണ് സയ്യിദുനാ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ആ അബ്ദുല്ലാഹിബ്നു ഉമർ ജീവിച്ചിരിക്കെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ സംസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് സുഹൈബ് ബിനു സിനാനാണ്. മഹാനവറുകൾ മുഹാജിറാണ്. ഈ ഹിജ്റ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അൽ മുഹാജിറു മൻ സാറകൽ ഹാജർ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹാജിർ എന്നാൽ ഹാജറിനെ പോലെ ആയവനാകുന്നു. ഹാജർ എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ ഭാര്യയായ സയ്യിദത്തുനാ ഹാജറ റളിയല്ലാഹു അൻഹ. ഹാജർ എന്നാണ് ഒറിജിനൽ പേര്. നമ്മൾ പിന്നെ എല്ലാ സാധനവും ഒന്ന് മലയാളമാക്കിയിട്ടാണ് പറയുക. അപ്പം ഹാജറ എന്നായതാണ്. ഒറിജിനൽ ഹാജർ എന്നാണ്. ഹാജറ എന്ന് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മളങ്ങനെ എല്ലാ സംഗതിയും ഒന്ന് ലേശം ഒരു മലയാളമാക്കിയിട്ട് തന്നെ പറയുള്ളൂ. എന്തായാലും ഹാജറ ബീവി റളിയല്ലാഹു അൻഹ മുസ്തഫായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സഹധർമ്മിണിയാണ്. ഹാജറ ബീവിയെ പോലെ ആയവനാണ് മുഹാജിർ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഹാജറ ബീവി? അതാണ് നോക്കണ്ടേ. ഹാജറ ഹിജ്റ എന്നില്ല. ഹിജ്റ മക്കം ഫത്തഹിന് ശേഷം ഹിജ്റ ഇല്ല. പക്ഷേ ഹാജറിനെ പോലെ ആകൽ ഇന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകേണ്ട പേനി പറയണേ. ഹിജ്റ മക്കം ഫത്തഹിന് ശേഷം ഇല്ല. പക്ഷേ മുഹാജിറിനെ പോലെ ആകൽ ഇന്നുണ്ട്. അതെങ്ങനെ ആകുക? അൽ മുഹാജിറു മൻ സാറകൽ ഹാജർ. ഹാജറിനെ പോലെ ആയവനാണ് മുഹാജിർ. എന്താണ് ഈ ഹാജറിനെ പോലെ ആവുക? ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനായ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ഹാജറ ബീവി റളിയല്ലാഹു അൻഹയെയും മക്കയിൽ കൊണ്ടു ചെന്ന് താമസിപ്പിച്ചു. ഒരു മരത്തിൻ്റെ താഴ്ഭാഗത്ത് ചെറിയൊരു കൂടാരമുണ്ടാക്കി അതിൽ മകനെ ആക്കി ഭാര്യയെയുമാക്കി. ഒരു തോൽപാത്രത്തിൽ വെള്ളം ഉണ്ടായിരുന്നു, അത് വെച്ചു കൊടുത്തു. മറ്റൊരു പാത്രത്തിൽ കാരക്കയുണ്ടായിരുന്നു, അതും വെച്ചു കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിഞ്ഞു നടന്നപ്പോൾ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ല മനുഷ്യ, എവിടുക്കപ്പോൾ നിങ്ങളീ പോണത്? നമ്മളെ നാടൻ മലയാളത്തിലാട്ടോ ഈ പറയണേ. ഇങ്ങനെ മലയാളത്തിൽ ഇപ്പോൾ ഏതായാലും ചോദിച്ചിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പാണല്ലോ. ആ ചോദ്യത്തെ മലയാളത്തിലാക്കിയാലും ഇങ്ങനെയാണ്, അല്ല മനുഷ്യ, എവിടുക്ക നിങ്ങൾ പോണത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിഞ്ഞു നോക്കിയില്ല. കാരണം മറുപടിയില്ല. എന്താ പറയാ മറുപടി ഇല്ലല്ലോ. രണ്ടാമതും ചോദിച്ചു, എവിടുക്ക നിങ്ങൾ പോണത്? അപ്പോഴും തിരിഞ്ഞു നോക്കിയില്ല, കാരണം മറുപടിയില്ല. മൂന്നാമത് ചോദിച്ചപ്പോൾ ഒരു ക്ലൂ കൊടുത്തു ചോദിച്ചു, മറുപടിയിലേക്കുള്ളൊരു ക്ലൂ. അങ്ങനെ ഉണ്ടല്ലോ, ഈ കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ ചോദ്യം വായിക്കാൻ കിട്ടിയാലും ഉസ്താദ് എന്താന്ന് ചോദിക്കും. അതെന്താ വെച്ചാൽ ഒരു ക്ലൂ കിട്ടാനാണ്. അങ്ങനെ ചോദിച്ചു. അങ്ങനെ ശരിക്കും പരീക്ഷൻ്റെ നിയമത്തിൽ ചോദ്യപേപ്പർ വായിച്ചു കൊടുക്കലില്ല എന്നാണ്. ഒരു പരീക്ഷയ്ക്കും എന്തില്ല, ചോദ്യപേപ്പർ വായിച്ചു കൊടുക്കൽ. അപ്പോൾ അതുകൊണ്ട് ചോദ്യപേപ്പർ വായിക്കാൻ കിട്ടായിട്ടല്ല കുട്ടികൾ ചോദിക്കുന്നത്, പിന്നെ ക്ലൂ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുക വെച്ചിട്ടാണ്. അപ്പോൾ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ മൂന്നാമത് ചോദിച്ചപ്പോൾ ക്ലൂ കൊടുത്തു. എങ്ങനെ കൊടുത്തത്?
അല്ലാഹു അമറക ബിഹാദാ എന്നാണ് മൂന്നാമത് ചോദിച്ചത്. അല്ല പറഞ്ഞിട്ടാണോ ഞങ്ങളവിടെ ആക്കണത്? അപ്പോൾ ക്ലൂ കിട്ടി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു നാം, അതെ അല്ല പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇതല്ല യുളയ്യുനല്ലാഹ്, എന്നാൽ അള്ളാഹു ഞങ്ങളെ വെറുതെയാക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പോയി. തോൽപാത്രത്തിലുണ്ടായിരുന്ന വെള്ളം തീർന്നു, പാത്രത്തിലുണ്ടായിരുന്ന കാരക്കയും തീർന്നു. കാരക്കയും വെള്ളവും തീർന്നതിനാൽ മുലയിലെ പാലും തീർന്നു. കുട്ടി കരയാൻ തുടങ്ങി. ഹാജറ ബീവി റളിയല്ലാഹു അൻഹ സഫായുടെയും മറുവയുടെയും ഇടയിൽ ഒരിറ്റ് വെള്ളം അന്വേഷിച്ചു കൊണ്ടിങ്ങനെ നടന്നു. സഫാ കുന്നിൻ മുകളിലേക്ക് ഒരാളുടെ ഉയരത്തിൽ കയറി തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നായ ഓടി വരുന്നത് കണ്ടു. സഫയിൽ നിന്ന് ഇറങ്ങി വന്ന് ചെന്നായെ ആട്ടി മറുവയിലേക്ക് പോയി. മറുവയിൽ ഒരാളുടെ ഉയരത്തിൽ കയറി തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടിയുടെ അടുത്തേക്ക് വീണ്ടും ചെന്നായ വരുന്നു. ഇറങ്ങി വന്ന് ചെന്നായെ ഓടിച്ച് സഫയിലേക്ക് വീണ്ടും പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കി, ശരിക്കും എന്താ വേണ്ടത്? ആ കുട്ടീനെടുത്തുങ്ങാണ്ട് തോളിലിട്ടിട്ട് പോവുകയാണ് വേണ്ടത്? വെള്ളത്തിനാണ് പോണത്. വെള്ളത്തിന് പോകുമ്പോൾ ശരിക്കും എന്താ വേണ്ടത്? ഈ ചെന്നായ വരുന്നിടത്ത് കുട്ടീനാക്കിയാണ് പോകാൻ പാടില്ലല്ലോ. എന്താ നിങ്ങൾ മനസ്സിലാകാത്ത മാതിരി ഇരിക്കണേ? കുട്ടീനെടുത്താണ്ട് തോളിലിട്ട്, ഇസ്മായിൽ ഏറ്റിയ ബന്ധാത്തൊന്നല്ലല്ലോ, തോളിലിട്ടുങ്ങാണ്ട് പോവുക വേണ്ടത്. പക്ഷേ എടുക്കണില്ല, അവിടെ വെച്ചു. എന്നിട്ട് വെള്ളം എന്തുകൊണ്ട് ഞങ്ങളെ ഇവിടെയാക്കാൻ അള്ളാഹു പറഞ്ഞിരുന്നോ എന്നത് ചോദിച്ചിരുന്നു. അതാണ് കാരണം. അപ്പോൾ അതേ എന്ന് മറുപടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എടുക്കാത്തത്. അതുകൊണ്ട് എടുത്തില്ല. സഫയിലേക്ക് പോയി, മറുവയിലേക്ക് പോയി, സഫയിലേക്ക് പോയി, മറുവയിലേക്ക് പോയി. 7 പ്രാവശ്യം പോയി. 7ാം പ്രാവശ്യം കുട്ടി കാലിട്ടടിച്ച ഭാഗത്ത് സയ്യിദുനാ ജിബ്രായീൽ അലൈഹിസ്സലാം വന്ന് തൻ്റെ ചിറക് കൊണ്ടെന്ന് അടയാളപ്പെടുത്തിയപ്പോൾ അതിൽ നിന്ന് വെള്ളം ഒട്ടിയൊഴുകാൻ തുടങ്ങി. സംസം വെള്ളം. നമ്മളെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോയാൽ, ഉംറക്ക് പോയാൽ 5 ലിറ്റർ ഫ്രീ ആയിട്ട് കൊണ്ടുവരാം. പോരായിട്ട് ലഗേജിൻ്റെ ഉള്ളിൽ തുണി ചുറ്റി വെച്ചിട്ട് വേറെയും കൊണ്ടുവരും. അതിൻ്റെ പിന്നിലുള്ളത് ഒരു ഉമ്മയും ഒരു കുട്ടിയുമാണ്. ഈ സംസമിൻ്റെ ബാക്കിലുള്ളത് ഒരു ഉമ്മയും ഒരു കുട്ടിയാണ്. എന്താണ് ആ അമ്മാൻ്റെയും കുട്ടീൻ്റെയും പ്രത്യേകത എന്ന് പരിശോധിച്ചാൽ ഇന്ന് എനിക്ക് നിശ്ചയിക്കപ്പെട്ട വിഷയം വളരെ കൃത്യമായിട്ടാണ് മനസ്സിലാവും. അതാണ് ഈ വെള്ളത്തിൻ്റെ മാഉ സംസമിൻ ലിമാ ശുരിബ ലഹു ഹബീബുനാ റസൂലുള്ളാഹി. സംസം വെള്ളം എന്തിനെല്ലാം കുടിച്ചോ അതിനെല്ലാം പറ്റുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തിനു കുടിച്ചോ അതിനൊക്കെ പറ്റുന്നതാണ്. മാഉ സംസമിൻ ലിമാ ശുരിബ ലഹു. ദണ്ണം മാറാൻ മാത്രമല്ല, പെരപ്പണി തീരാനും പറ്റും സംസം കുടിച്ചാൽ. കാരണം അങ്ങനെയുള്ള ഹദീസിലുള്ളത് മാഉ സംസമിൻ ലിമാ ശുരിബ ലഹു. സംസം വെള്ളം എന്തിനു കുടിച്ചോ അതിന് പറ്റും. പെരപ്പണി തീരാൻ സംസം കുടിച്ചാൽ മതി, കടം വീടാൻ സംസം കുടിച്ചാൽ മതി, കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവാൻ സംസം കുടിച്ചാൽ മതി, ജോലി ശരിയാവാൻ സംസം കുടിച്ചാൽ മതി, തള്ളാമ്പരലിൻ്റെ നഖം പോയതിന് സംസം കുടിച്ചാൽ മതി, ക്യാൻസർ മാറാനും സംസം കുടിച്ചാൽ മതി. അങ്ങനെയാണ് ഹദീസ്. അതിൻ്റെ ബാക്കിൽ ഒരു ഉമ്മയും ഒരു കുട്ടിയും ഒരു വാപ്പി ഉണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ വരാം. ഒരു വാപ്പി ഉണ്ട്, അതിക്ക് വരുന്നുണ്ട്. അതിന് മുമ്പ് ഒരു ഉമ്മ ഒരു കുട്ടിയാണ്. എന്താണ് ആ ഉമ്മയുടെയും കുട്ടിയുടെയും പ്രത്യേകത? ഒരു ഉമ്മ തൻ്റെ കുട്ടിയെ അള്ളാഹുവിന് അർപ്പിച്ചു. ഇവിടെ വെക്കാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുട്ടിനെ ഇവിടെ വെക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ വെച്ചു. ഒരു ഉമ്മ തൻ്റെ കുട്ടിക്ക് വേണ്ടി ഒരു തുള്ളി വെള്ളം ആഗ്രഹിച്ചതാണ് സെക്കൻഡിൽ 6000 ലിറ്റർ പമ്പ് ചെയ്യുന്ന സംസം കിണർ. ഈ കഴിഞ്ഞ ഹജ്ജിനല്ല, ഇതിൻ്റെ മുമ്പത്തെ ഹജ്ജ് സീസണിൽ പത്രത്തിൽ വന്നിരുന്നു സംസമിനെ കുറിച്ച്. ഒരു സെക്കൻഡിൽ 6000 ലിറ്ററാണ്. 1.5 HP മോട്ടർ വെച്ചാൽ നമ്മളെ കിണർ പറ്റും. നമ്മളെ കിണർ 1.5 HP മോട്ടർ വെച്ചാൽ പറ്റും.
6000 ലിറ്റർ ഒരു സെക്കൻഡിൽ പമ്പ് ചെയ്യുന്നതാണ് സംസം കിണർ. ഒരു ഉമ്മ തൻ്റെ കുട്ടിക്ക് വേണ്ടി ഒരു തുള്ളി വെള്ളം ആഗ്രഹിച്ചതാണ് അതിൻ്റെ പിന്നിലെ രഹസ്യം. ചരിത്രം പരിശോധിച്ചാൽ ഉമ്മമാരുടെ ആഗ്രഹമാണ് കുട്ടികൾ എന്ന് പറയുന്നത്. ചരിത്രമൊക്കെ പരിശോധിച്ചു. സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു ജന്മനാ കണ്ണ് കാണാത്തയാളായിരുന്നു. ഇമാം ബുഖാരി ജന്മനാ കണ്ണ് കാണാത്ത ആളാണ്. ഉമ്മ ദുആ ചെയ്ത് കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിട്ട് 4000 ഉസ്താദുമാരെ നേരിൽ കണ്ട് ഇൽമ പഠിച്ചു. മഹാനായ സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ 4000 ഉസ്താദുമാർ കേട്ടോ. നമുക്ക് 4 ഉസ്താദുമാർ മര്യാദക്ക് ഉണ്ടാവില്ല. 4000 പോയിട്ട് 4 നേരങ്ങത്തിലില്ല. ഉള്ളവരൊക്കെ ഓർമ്മയുണ്ടാവില്ല. അങ്ങനെയാണ്, ഓർമ്മ ഉണ്ടാവില്ല. നാളെ ഞാൻ ചോദിച്ചു എൻ്റെ 1ാം ക്ലാസ്സിലെ ഉസ്താദ് ആരെയെന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് ഈ പാലത്തിൻ്റെ അപ്പുറത്ത് വന്നിരുന്ന ആളായിരുന്നു പറഞ്ഞു. പാലത്തിൻ്റെ അപ്പുറത്തുനിന്ന് ഏതെല്ലാം മനുഷ്യൻ, ഈ പാലമല്ല കേട്ടോ, ആ ചോദിച്ചോടുത്ത പാലം, പാലത്തിൻ്റെ അപ്പുറത്തുനിന്ന് വന്നിരുന്ന ഒരാളാണ് പറഞ്ഞു. എന്ത് ചെയ്യാനപ്പം അങ്ങനെ. കണ്ണടച്ച ആളായിരുന്നു പറഞ്ഞു വേറൊരാൾ, താടിയുള്ള ഒരാളായിരുന്നു പറഞ്ഞു. താടി ഏതെല്ലാം മനുഷ്യന്മാർക്ക് ഉണ്ടാവും, അത്രയൊക്കെ മതിയോ സംഗതി. എന്തായാലും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 4000 ഗുരുനാഥന്മാർ അവരടുത്തൊക്കെ പോയിട്ട് ഇൽമ പഠിച്ചു. ഉമ്മാൻ്റെ ദുആണ് ശരിക്ക്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇമാമുനാ ശാഫഈ റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫഈ എന്നാണ് മഹാനവറുകളുടെ പേര്. വാപ്പാൻ്റെ പേര് ഇദ്രീസാണ്. ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇമാം ഷാഫഈ റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നിലെ രഹസ്യം മഹാനവറുകളുടെ ഉമ്മയാണെന്ന് മഹാനവറുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. 7ാം വയസ്സിൽ ഖുർആൻ കാണാതെ പഠിച്ചു. 9ാമത്തെ വയസ്സിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മുവത്ത എന്ന ഹദീസിൻ്റെ കിതാബ് കാണാതെ പഠിച്ചു. 11ാമത്തെ വയസ്സിൽ ദർസ് നടത്താനും ഫത്വ കൊടുക്കാനും തുടങ്ങി. 11ാമത്തെ വയസ്സ് പറഞ്ഞാൽ നമ്മളെ കുട്ടികൾ 6ാം ക്ലാസ്സിൽ മദ്രസയിലാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ആ സമയത്ത് ദർസ് നടത്താനും ഫത്വ കൊടുക്കാനും തുടങ്ങിയിട്ടുണ്ട്. മഹാനായ സയ്യിദുനാ ഇമാമുനാ ശാഫഈ റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് തൻ്റെ ശിഷ്യനായ ഇമാം മുസ്നി ഒരിക്കൽ ചോദിച്ചു, നിങ്ങളുടെ ബുദ്ധിയുടെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, എൻ്റെ ബുദ്ധിയുടെ രഹസ്യം എൻ്റെ ഉമ്മയാണ് പറഞ്ഞു. എൻ്റെ ബുദ്ധിയുടെ രഹസ്യം എൻ്റെ ഉമ്മയാണ് എന്ന് പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചോ പറഞ്ഞു, എൻ്റെ ഉമ്മ ഒരിക്കൽ പോലും എനിക്ക് ഒളു ചെയ്യാതെ മുല തന്നിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് എൻ്റെ ബുദ്ധിയുടെ രഹസ്യമെന്ന് സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫഈ റളിയല്ലാഹു അൻഹു 7ാം വയസ്സിൽ ഖുർആൻ കാണാൻ പഠിച്ചു. 7ാം വയസ്സിൽ ഖുർആൻ കാണാൻ പഠിച്ച ഒരാളുണ്ട് കേട്ടോ. 7ാം വയസ്സിൽ ഖുർആൻ കാണാതെ പഠിച്ച ഒരാൾ ഇപ്പം അടുത്ത കാലത്ത് കഴിഞ്ഞു പോയി. കഴിഞ്ഞ മാസം ദുൽഹിജ്ജ 25-നായിരുന്നു ആ മനുഷ്യൻ്റെ ആണ്ട്. മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് രൂപം നൽകിയ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ആൾ 7ാം വയസ്സിൽ ഖുർആൻ കാണാതെ പഠിച്ചു. മലയാളം, ഇംഗ്ലീഷ്, ഫാരിസി, ഉറുദു, അറബി, തമിഴ് 6 ഭാഷകൾ എഴുതാനും വായിക്കാനും സംസാരിക്കാനും കഴിയുന്ന ആളായിരുന്നു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ആൾ. എത്ര വയസ്സ് വരെ ആകെ ജീവിച്ചെന്ന് നിങ്ങൾ? 56ാമത്തെ വയസ്സിൽ രോഗിയായി 59ാമത്തെ വയസ്സിൽ മരണപ്പെടുകയും ചെയ്തു. 56 വയസ്സിന് ശേഷം പിന്നെ പുറത്തിറങ്ങിയിട്ടില്ല. പൊതുജീവിതം എന്ന് പറഞ്ഞതും കുട്ടിക്കാലം എന്ന് പറഞ്ഞതും ഒക്കെ കൂടി ആകെ 56 കൊല്ലമേ ഉള്ളൂ. ഞമ്മക്കുണ്ടാവുമല്ലോ അത്യാവശ്യം വയസ്സൊക്കെ. എന്തിപ്പോൾ ഉണ്ടായി എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടും. അല്ല, അത്യാവശ്യം ആയിട്ടുണ്ടല്ലോ, എന്തിപ്പോൾ ഈ കാലം കൊണ്ടുണ്ടായി എന്നാലോചിച്ച് നോക്കിയാൽ കിട്ടും. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ആരാണ് എന്ന്. SKSF സംഘാടകർ, സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനയാണ് SKSF. കുട്ടികളൊക്കെ അതിൻ്റെ ഭാഗമാക്കണം. എന്താ വെച്ചാൽ ഒരു നന്മയുടെ കൂട്ടായ്മയിൽ ഉണ്ടായില്ലെങ്കിൽ തിന്മയുടെ കൂട്ടായ്മയിലേക്ക് പോകും. കുട്ടികൾക്കൊരു കൂട്ടായ്മ വേണം, അല്ലെങ്കിൽ കേടരും. അൽ മർഉ അലാ ദീനി ഖലീലിഹി ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മാർഗത്തിലായിരിക്കുമെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേലായിരിക്കും. അൽ മർഉ അലാ ദീനി ഖലീലിഹി, മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേലിലായിരിക്കും. പെൺകുട്ടിക്കൊരു കല്യാണാലോചന വന്നു. അപ്പോൾ നമ്മളൊന്ന് അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അസർ നിസ്കാരത്തിന് പോലെ പെരൻ്റെ അടുത്തുള്ള ആ നിസ്കാരപ്പള്ളിയിൽ പോയി. നിസ്കാരപ്പള്ളിയിൽ പോയി അസർ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അടുത്തൊരു പീടിയുണ്ടല്ലോ, ഒരു ചായപ്പീടിയാണ്. അവിടേക്ക് ചായ കുടിക്കാൻ വേണ്ടി കയറി. അങ്ങനെ കാൽ ചായയൊക്കെ പറഞ്ഞൊരു നെയ്യപ്പൊക്കെ തിന്നിരിക്കണതിൻ്റെ ഇടയിൽ അവിടെ ചായ കുടിച്ചിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കും, നമ്മൾ ആ സുലൈമാനാജിയുടെ മൂത്ത ചെറുക്കനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം എന്ന്. അങ്ങനെയുള്ള കല്യാണം ആലോചിക്കുക. അതിൽ പറയും, ചെറുക്കനൊന്നും കുഴപ്പമില്ല, ഓൻ്റെ കൂട്ടുകെട്ടൊക്കെ മോശമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്ത്, ആ വൈക്ക് ഇഞ്ഞ് പോണ്ട. എന്താ സംഭവം? അൽ മർഉ അലാ ദീനി ഖലീലി എന്നുള്ള ഹദീസാണ്. മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേൽ ആയിരിക്കും. അതുകൊണ്ട് നല്ല കൂട്ടുകെട്ടിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം കുട്ടികളെ, അല്ലെങ്കിൽ ഒരിക്കലും നേരാവില്ല. അതിനേറ്റവും പറ്റിയതാണ് SKSF. സാന്ദർഭികമായി പറയാണ്, സംഘാടകർ SKSF ആയതുകൊണ്ട് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പറഞ്ഞതുകൊണ്ടും 7-ാം വയസ്സിൽ ഖുർആൻ പഠിച്ചാൽ. എന്നാലോ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ വാപ്പ കർഷകനാണ്. വാപ്പ വലിയൊരൊന്നും ആഫിദൊന്നല്ല. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ പിതാവ് കർഷകനാണ്. പക്ഷെ അവരുടെ പാരമ്പര്യം പണ്ഡിതന്മാരുടെ പാരമ്പര്യമാണ്. കേരളത്തിലേക്ക് ദീനീ പ്രബോധനത്തിന് വന്ന മാലിക് ബിൻ ഹബീബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ്. ആ പാരമ്പര്യത്തിൻ്റെ ഗുണമുണ്ടായി എന്നത് വാപ്പ കർഷകനാണ്. കൂട്ടത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നിലെ രഹസ്യം ഉമ്മയാണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളുടെ പിതാവ് ചെറുപ്പത്തിൽ മരണപ്പെട്ടു. ഉമ്മയാണ് നോക്കിയത്. കളവ് പറയല്ല എന്നൊമ്മ ചൊന്നാരെ, കള്ളൻ്റെ കയ്യിൽ പൊന്ന് കൊടുത്തോവർ. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിൻ്റെ പിന്നിലെ രഹസ്യം മഹാനവർകളുടെ ഉമ്മയാണ്. സയ്യിദ്ന അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹുവിൻ്റെ പിന്നിലെ രഹസ്യം ഉമ്മയാണ്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്ത് നുഅ്മാൻ റളിയല്ലാഹുവിൻ്റെ പിന്നിലെ രഹസ്യം ഉമ്മയാണ്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹുവിൻ്റെ പിതാവ് ഫറൂഖ് എന്ന പേരായ ആള് മാലിക് ഇമാമിൻ്റെ ചെറുപ്പത്തിൽ നാട് വിട്ടുപോയതായിരുന്നു. ഇമാം മാലിക് റളിയല്ലാഹുവിനെ ഉമ്മയാണ് നോക്കിയിട്ടുള്ളത്. മനുഷ്യൻ്റെ വിജയത്തിന് പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഉമ്മയാണ്. അതാണ് സംസമിൻ്റെ പിന്നിലെയും രഹസ്യം. ഹാജറിനെ പോലെ ആയവനാകുന്നു മുഹാജിർ. എന്താണ് ഹാജർ? തൻ്റെ മകനെ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു. കുട്ടികൾ വിജയിക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം കുട്ടികളെ അള്ളാഹ്ക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നതിനനുസരിച്ചാണ് വിജയിക്കുക. മക്കളുടെ വിജയം തവക്കുലിൻ്റെ വിജയമാണ്. ഹബീബിങ്ങളെ, നിങ്ങളിത് മനസ്സിലാക്കണേ. എത്ര വെച്ചിട്ട് നമുക്ക് കുട്ടികളെ നോക്കാൻ പറ്റുക? അതിനൊരു പരിധിയുണ്ട്. നമ്മളൊക്കെ മക്കളുള്ളവരാണ്. എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതിനൊരുപാട് പരിമിതികളുണ്ട്. അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നതിന് ഒരു പരിമിതിയില്ല. പക്ഷെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇല്ല. നമ്മളെ ജാരം നമ്മൾ നോക്കിയാൽ ആവുന്നതാണ്. ആകൂലെന്ന് മനസ്സിലാവണം. അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ തയ്യാറാവുക എന്നതാണ് മക്കളിലെ വിജയം. തവക്കുലിൻ്റെ വിജയമാണ്. തവക്കുൽ ഉള്ളവരാണ് വിജയിച്ചത്. അതിൻ്റെ ഉദാഹരണമാണ് സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാം. അവിടെയാണ് ഇബ്രാഹിം നബിനെ പറയേണ്ടത്. വാപ്പാനെ പറയേണ്ടത് അവിടെയാണ്. എന്താ സംഭവം? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോയി. എല്ലാവർക്കും അറിയും, അറുക്കാൻ വേണ്ടി കൊണ്ടുപോയി. അങ്ങനെ ഒരു പാറക്കല്ലിൻ്റെ അടുത്തെത്തിയിട്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇബ്നു ദബീഹൈൻ എന്നൊരു പേരുണ്ട്. 2 അറുക്കപ്പെട്ട ആളുടെ മകൻ എന്നാണ് അതിൻ്റെ അർത്ഥം. നബി തങ്ങൾക്ക് 99 പേരുകളുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പേരാണ് ഇബ്നു ദബീഹൈൻ, 2 അറുക്കപ്പെട്ട ആളുടെ മകൻ. അതിൽ ഒരാൾ ഇസ്മായിൽ നബിയാണ് അലൈഹിസ്സലാം. രണ്ടാമത്തെ ആളെ ഞാൻ പിന്നെ പറയാം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുപോയിട്ടൊരു പാറക്കല്ലിൻ്റെ അടുത്തെത്തിയിട്ട് ഇങ്ങനെ കിടത്തിയിട്ട്
മോനോട് പറയാണ്, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബൗക ഫൻദുർ മാദാ തറാ. കുഞ്ഞി മോനെ, നിന്നെ അറുക്കണമെന്ന് അള്ളാഹു എനിക്ക് സ്വപ്നത്തിൽ വഹ്യ് നൽകിയിട്ടുണ്ട്. എന്താണ് നിന്റെ അഭിപ്രായം മോനെ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, യാ അബതിഫ് അൽ മാ തുമർ. ഉപ്പ, നിങ്ങളോട് അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണോ അത് നിങ്ങൾ നിർവഹിക്കണം. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ബക്കറ്റ് ഇരുവല്ലേ? കൊണ്ടറി ബക്കറ്റ് കൊണ്ടറി. എന്തായാലും ഇപ്പോൾ നടക്കുമല്ലോ ബക്കറ്റ് ഇവർ. എന്തായാലും നിങ്ങൾ കായ് കൊടുക്കും വേണ്ടി വരും. എന്നാൽ പിന്നെ അതായെന്തിനാണ് നടന്നോട്ടെ. എന്നാൽ പിന്നെ അതിമ ഷൂല ഉണ്ടല്ലോ. പൈസ എടുക്കുക, എല്ലാവരും കൈ പിടിക്കും. എല്ലാവരും ഉള്ളതിനനുസരിച്ച് പേഴ്സ് കയ്യടി, പോക്കറ്റ് കയ്യടി. ഞാൻ ഇടൂല, ഞാൻ അത് വലിയരല്ലേ, നിങ്ങൾ ഇട്ടാൽ. ഞാൻ ഇപ്പോൾ ഇട്ടാലും ഇപ്പോൾ അതൊരു കാട്ടിക്കൂട്ടല്ല, നിങ്ങൾക്ക് അറിയാലോ. വെറുതെ അത് വേണ്ട, നിങ്ങൾ ഇട്ടാൽ ഇടുക്കി. എല്ലാവരും കയ്യെ പിടിക്കും. കൈ പിടിച്ചിട്ട് വേണം ബാക്കി ഏതറിയാൻ. എവിടെ ബക്കറ്റ്? ആ റെഡി. വേണ്ട പിരിച്ചോളി. 2 യാനബിയല്ലോ, അപ്പോൾ അതിന് പിരിവ് ചെയ്യണം. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് അലൈക്കും, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് അലൈക്കും. ഇങ്ങോട്ട് നോക്കിയ എല്ലാവരും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോയി. അങ്ങനെ ഒരു പാറക്കല്ലിൻ്റെ അടുത്ത് എത്തിയിട്ട് ഫാൻ വേണ്ട, ഈ സാധനം പിടിക്കും. അതൊന്നല്ല ആവശ്യം. ആവശ്യങ്ങൾ ഇങ്ങോട്ട് നോക്കലാണ്, മറ്റൊന്നും ആവശ്യമില്ല. വെള്ളം വേണ്ട, മിന്തിയിൽ വേണ്ട, ഫാന് വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ നോക്കൽ ആവശ്യമാണ്, അത് മാത്രമേ ആവശ്യമുള്ളൂ. എന്നങ്ങനെ പറയും. അത് പോയാൽ ചൂടെടുക്കും, മുഖമൊക്കെ തുടക്കേണ്ടി വരും, വെള്ളം കുടിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ്. ഓരോരുത്തർക്കും ഓരോ ക്രമമാണ്. എൻ്റെ ക്രമം അങ്ങനെയാണ്. നോട്ടം വേണം. നിങ്ങളിങ്ങനെ നോക്കുക. മുഖത്ത് ഇങ്ങനെ നോക്കിയിരുന്നാൽ വിഷയം ഇങ്ങനെ വരും. നോട്ടം പോയാൽ വിഷയം പോവും. പിന്നെ ഞാൻ ആയിക്കൊന്നിങ്ങനെ പറഞ്ഞുണ്ടാക്കിയിട്ട് കൊണ്ടുവരണം. അതിനാണ്